മലയോരത്ത് CNG ഇന്ധന സ്റ്റേഷൻ ഇല്ലാത്തതിനാൽ CNG വാഹനമുള്ള ഉപഭോക്താക്കൾ ദുരിതത്തിൽ. CNG ഇന്ധനം ഉപയോഗിച്ചോടുന്ന 150-ലധികം ഓട്ടോറിക്ഷകൾ ഇരിട്ടിയിലും സമീപ പ്രദേശങ്ങളിലെ മറ്റ് ടൗണുകളിലുമുണ്ട്. വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വായുമലിനീകരണം ഇല്ലാതെയുള്ള ഇന്ധനമാണ് CNG. സർക്കാർ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മലയോര മേഖലയിൽ CNG ഇന്ധന സ്റ്റേഷൻ ഇല്ലാത്തതാണ് ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കുന്നത്. CNG ഇന്ധനം ഉപയോഗിച്ചോടുന്ന 150-ലധികം ഓട്ടോറിക്ഷകൾ ഇരിട്ടിയിലും സമീപ പ്രദേശങ്ങളിലെ മറ്റ് ടൗണുകളിലുമുണ്ട്. 3.5 ലക്ഷത്തിലധികം രൂപ മുടക്കി ജീവിതോപാധി എന്ന നിലയിൽ വാങ്ങിയ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ഓടണമെങ്കിൽ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള CNG ഇന്ധന സ്റ്റേഷനിലെത്തണം. കച്ചേരിക്കടവ്, പേരട്ട, ഉളിക്കൽ, കീഴ്പള്ളി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓട്ടോറിക്ഷകൾ ഇന്ധനം നിറയ്ക്കാൻ കൂത്തുപറമ്പിലോ ഏച്ചൂരിലോ എത്തുമ്പോൾ സമയനഷ്ടത്തിന് പുറമെ ഇന്ധനനഷ്ടവും ഉണ്ടാകുന്നു. നേരത്തെ മട്ടന്നൂരിൽ CNG സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ പ്രവർത്തിക്കാത്തതും വലിയ തിരിച്ചടിയാണ്. 50-100 കിലോമീറ്ററുകൾ ഓടി വേണം ഇപ്പോൾ CNG ഇന്ധനം നിറയ്ക്കാൻ. ഇതോടെ പലരും ഓട്ടോറിക്ഷകൾ വീട്ടിൽ കയറ്റിവെച്ച് മറ്റ് ജോലികൾക്ക് പോയാണ് ഓട്ടോറിക്ഷകളുടെ ലോൺ ഉൾപ്പെടെ അടയ്ക്കുന്നത്. തന്നെ 150-200 പരം വാഹനങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും ഇതുപോലെ ലോൺ എടുത്തിട്ടും കടമെടുത്തിട്ടൊക്കെ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദുരിതം കൊണ്ട് ആർക്കും തന്നെ കുടുംബം പോറ്റാനോ ഇത് വണ്ടി കൊണ്ട് ജീവിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. കുറേ പേര് വണ്ടി കയറ്റി വെച്ചിട്ട് വേറൊരു പണിക്ക് പോയിട്ട് ഉള്ളത്. ഇപ്പം ഞാനിപ്പം വണ്ടി എടുത്തിട്ട് 1.5 വർഷമായി. ഞാൻ വണ്ടി എടുക്കുമ്പോൾ അവർ പറഞ്ഞത് 1.5 മാസം കൊണ്ട് ഇരട്ടി പമ്പ് സ്റ്റാർട്ട് ചെയ്യും, സുലഭമായിട്ട് ഈ CNG കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലോൺ എടുത്തിട്ട് വണ്ടി വാങ്ങിയത്. ഇപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കാൻ ഇപ്പോൾ 2 അടവ് ഡ്യൂവായി. മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല. കാരണം ഇപ്പം വണ്ടി ഡീലറെ സമീപിച്ച് ഡീസൽ വണ്ടി മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോൾ ഡീലർ തരില്ല, ലോണുള്ള വണ്ടി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ വിഷമത്തിനാണുള്ളത്. 155ഓളം വണ്ടികൾ ഈ ബുദ്ധിമുട്ടിലുള്ളത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെയായിട്ടും നമുക്കൊരു ഇന്ധനം ഇരിട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇരിട്ടിയിലെ പണികളെല്ലാം ഏകദേശം പുരോഗമിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. എങ്കിലും അവർ പറയുന്ന മറ്റേ പമ്പിൻ്റെ സ്റ്റാഫ്, അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് യാതൊരു ഉത്തരവാദിത്തമില്ല, എല്ലാം കമ്പനിയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അടുത്ത കാലത്തെല്ലാം മട്ടന്നൂർ പോയായിരുന്നു ഗ്യാസ് അടിച്ചുകൊണ്ടിരുന്നത്. മട്ടന്നൂർ അവിടുത്തെ നോസിലിന് എന്തോ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അവിടെ ഇന്ധനം കിട്ടാത്ത സാഹചര്യമായി. അതായത് കിലോമീറ്ററുകളിൽ താണ്ടി ഏച്ചൂര്, കൂത്തുപറമ്പ് എന്ന സ്ഥലത്തെല്ലാം പോയി ഞങ്ങൾ ഇത് ഇന്ധനം അടിച്ച് വരുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും കട്ട തീർന്നിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പൈസ വരെ ബാക്കി ബാലൻസ് കിട്ടാത്ത ഒരു സാഹചര്യമായി. വളരെയധികം ബുദ്ധിമുട്ടിലാണ് CNG ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉള്ളത്. നഗരസഭയിൽ ഒരു CNG സ്റ്റേഷൻ എന്ന സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇരിട്ടി പയഞ്ചേരിയിൽ കാനറ ബാങ്കിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ CNG ഇന്ധന സ്റ്റേഷൻ തുടങ്ങുവാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് തന്നെ മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇത് എപ്പോൾ തുറന്നു പ്രവർത്തിക്കുമെന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഇരിട്ടിയിലെ CNG ഇന്ധന സ്റ്റേഷന്റെ പ്രവർത്തനം വേഗത്തിലാക്കുവാനുള്ള നടപടിയെടുക്കണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.